ഇത് ആപ്പിൾ വെറൈറ്റിയിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് കേട്ടോ. വളരെ ചെറിയൊരു ഫ്രൂട്ടാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ തന്നെ വഴി സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇത് വ്യാപകമായിട്ട് ഇത് ഗൾഫിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ദുബായിലാണുള്ളത്. ദുബായിൽ ഞാനൊരു ഫാമിലാണ്. അപ്പോൾ ആ ഫാമിനകത്ത് ഇത് ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കൃഷി ചെയ്ത് ഇവിടെ കടകളിലൊക്കെ ആണെങ്കിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇത് പേരറിയാവുന്നവരൊന്ന് മെൻഷൻ ചെയ്യണേ. ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കായുണ്ട് കണ്ടോ. ഇതിൽ കൂടെ നിറച്ച് കാ വീണിട്ടുണ്ട്. ഓരോ ഇല പോലും കാണാത്ത രീതിയിൽ കാ വീണിട്ടുണ്ട്. നല്ല മധുരമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഇതിനകത്തൊരു കുരുവുണ്ട്. ഇത് ഞാൻ നേരത്തെ നാട്ടിൽ നിന്നേ കഴിച്ചിട്ടുണ്ട്. നാട്ടിൽ തന്നെ ഇത് നമുക്ക് കേരളത്തിൽ ഇത് കുറവാണെന്ന് തോന്നുന്നു, കണ്ടിട്ടില്ല. അത് ഒത്തിരിയൊന്നും കണ്ടിട്ടില്ല, എന്നാലും ഉണ്ട്. ഇത് കേരളത്തിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇവിടെ കൃഷിയായിട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങളാരെങ്കിലും ഇത് കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്യണേ. അതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമാണെങ്കിൽ, ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ. പിന്നെ നല്ല പഴമാണ്, എനിക്ക് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. ആപ്പിൾ പോലെ തന്നെ ഒരു ചെറിയ പൊടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കുരു ഉള്ളതുകൊണ്ട് അധികം നമുക്ക് സീഡ് കഴിക്കാനായിട്ട് കിട്ടത്തില്ല. സീഡ് വരുന്നവരെയുള്ള ആ ഒരു ഏരിയ നമുക്ക് കഴിക്കാൻ കിട്ടത്തുള്ളൂ. സീഡ് നമുക്ക് കഴിക്കാൻ ഭക്ഷ്യയോഗ്യമല്ലാന്ന് തോന്നുന്നു, കാരണം അത് നല്ലൊരു കട്ടിയുള്ള ഒരു ഇതാണ്. എന്തായാലും ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡ് ഇട്ട് കാണാം. ബൈ.